പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം പറയാൻ സർവശക്തനായ യേശു മഹാരാജാവ് എളിദാസിനെ അനുവദിച്ചു കൊടുത്ത് യേശു ക്രിസ്തുവിന് നന്ദിയും സ്തുതിയും സമർപ്പിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ യുഗാന്ത്യം എന്താണ് യുഗാന്ത്യം? യുഗങ്ങളുടെ അറ്റം എന്നാണ്, യുഗാന്തം എന്ന വാക്കിൻ്റെ യുഗങ്ങളുടെ അറ്റം എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതോടനുബന്ധിച്ച് ഇപ്പോൾ 2-3 യുദ്ധങ്ങളെക്കുറിച്ച്, യുദ്ധത്തിൻ്റെ കാര്യങ്ങളിലാണെങ്കിൽ ഉക്രൈൻ യുദ്ധം, പാലസ്തീനുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ ഇറാൻ യുദ്ധം, അതിലേറ്റവും അവസാനമായിട്ട് തുടങ്ങിയ യുദ്ധമാണ് ഇറാൻ യുദ്ധം എന്ന് നമുക്കറിയാം. അതിൻ്റെ വാർത്തകൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. ഞാൻ പ്രത്യേകിച്ചും പറയേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്കറിയാം. ഗൾഫ് പ്രദേശത്തെ സർവീസുകൾ, വിമാന സർവീസുകൾ നിർത്തിവെക്കുന്നു. അവിടുത്തെ അപകടങ്ങൾ ഓരോ രീതിയിൽ നമ്മൾ വാർത്തയിൽ കേൾക്കുന്നു. ഭക്ഷണ പദാർത്ഥങ്ങളിലേക്ക് വല്ലാതെ വില വർദ്ധിക്കുന്നു. കുടിവെള്ളം അവിടെ മുട്ടിപ്പോകുന്നു. അങ്ങനെ കറണ്ടിൻ്റെ പ്രശ്നങ്ങൾ, ഒരുപാട് ജീവിത പ്രശ്നങ്ങൾ അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി അതിനെപ്പറ്റി ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇറാനുമായിട്ടുള്ള പ്രശ്നത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങളെല്ലാം വാർത്ത കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് നമുക്കുള്ള പാഠം? എന്താണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വെറുതെ ഒരു മാനുഷിക ബുദ്ധിയിൽ മനസ്സിലാക്കിയാൽ പോരാ. എല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകത്തെ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. 2000 വർഷം മുമ്പ് യേശു ക്രിസ്തു പറഞ്ഞ സുവിശേഷത്തിലെ ചില സംഭവങ്ങൾ ഇപ്പോൾ സംഭവിക്കുക. അത് വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കി നോക്കിക്കഴിഞ്ഞാലും അവിടെയും കാര്യങ്ങൾ ഈ സുവിശേഷൻ്റെ ആധാരമാക്കി തന്നെയാണ് അവിടെയും വന്നിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് 3000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലെ വചനങ്ങളുടെ ബാക്കി ഭാഗത്തെക്കുറിച്ചാണ് വെളിപാട് ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. എന്നാൽ വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയും സുവിശേഷത്തിലെ ചില ഭാഗങ്ങളെ ആധാരമാക്കിയും ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളെ നാം വിലയിരുത്തി പഠിച്ചാലേ നമുക്ക് ഇപ്പോഴെന്താണ് സംഭവിക്കുക, ഇനി എന്താണ് അടുത്ത ഘട്ടം എന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഈ യുദ്ധങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ പറയും, മാനുഷിക ഭാഷയിൽ പറഞ്ഞാൽ അത് സാധാരണമാണ്. പല രാഷ്ട്രങ്ങളും തമ്മിൽ യുദ്ധങ്ങളുണ്ടാവും, അത് സ്വാഭാവികമാണ്. ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാകും, അത് വരും പോകും. അങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ള വിലയിരുത്തൽ. എന്നാൽ അങ്ങനെയല്ല എന്ന് നമുക്ക് തെളിയിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അതിനെപ്പറ്റി വ്യക്തമായിട്ടും കർത്താവ് എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പരമപ്രധാനവും ഇനി നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും ഏറ്റവും കൂടുതൽ മനുഷ്യന് മുമ്പിൽ പ്രഹേളികയായി പ്രശ്നമായി വരാൻ പോകുന്നതുമായ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ട ഏറ്റവും വലിയൊരു നിഗൂഢ വചനമാണ്. അത് യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 13-ാം തിരുവചനം. ആ വചനത്തിലെ സംഭവങ്ങളാണ് ഇനി നമ്മുടെ മുമ്പിൽ സംഭവിക്കാനുള്ളത്. സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ തുടക്കമേ ആയിട്ടുള്ളൂ. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 4 ഘടകങ്ങളെക്കുറിച്ചാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുക. അത് മുഴുവനും നമ്മുടെ അടുത്തേക്ക് വരികയാണ്. ഇപ്പോൾ കാനഡയിലോ അമേരിക്കയിലോ ഒക്കെ യുദ്ധമുണ്ടായി, അല്ലെങ്കിൽ വെള്ളപ്പൊക്കമുണ്ടായി, അല്ലെങ്കിൽ വെനസ്വേലയിൽ ഭൂകമ്പമുണ്ടായി, നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, നമ്മളെ ബാധിക്കുന്നില്ലല്ലോ. എന്നാൽ പ്രിയ സഹോദരനെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഇന്ന് വീട്ടിൽ നമ്മൾ ആഹാരം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് വാഹനത്തിൽ ഓടി വന്ന ഭക്ഷ്യപദാർത്ഥങ്ങൾ നമ്മൾ മേടിച്ചിട്ടാണ് കഴിച്ചത്. വാഹനം ഓടണമെങ്കിൽ പെട്രോളും ഡീസലും വേണം. പെട്രോൾ ഡീസൽ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ മാർക്കറ്റുകൾ നിലനിൽക്കുന്നത്. നമ്മുടെ മാർക്കറ്റുകൾ അപ്രത്യക്ഷമാകാൻ നമ്മുടെ മുമ്പിൽ അധികം സമയമൊന്നും വേണ്ട. നമുക്കറിയാം, പാലസ്തീൻ പ്രശ്നം ഉണ്ടായപ്പോൾ അവിടുത്തെ മാർക്കറ്റുകൾ പെട്ടെന്ന് പ്രത്യക്ഷമായി, ഇസ്രായേലിലെ മാർക്കറ്റിൽ പെട്ടെന്ന് പ്രത്യക്ഷമായി, അതുപോലെ ഉക്രൈനിലെ മാർക്കറ്റിൽ പെട്ടെന്ന് പ്രത്യക്ഷമായി. കാരണം വരാനില്ല, അങ്ങോട്ട് കൊടുക്കാനുമില്ല. അങ്ങനെ വരുമ്പോൾ ഭക്ഷ്യ മാർക്കറ്റിൽ ഇല്ലാതെ വരുമ്പോൾ പിന്നെയാണ് വരുന്നത് പട്ടിണി. അത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതിൻ്റെ ഏത് സ്റ്റേജിലെത്തി, ഈ പ്രശ്നങ്ങൾ ഏത് സ്റ്റേജിലെത്തി, ഏത് ഘടകത്തിലെത്തി, ഇനിയിപ്പം മനുഷ്യനെ ബാധിക്കുന്ന ഏറ്റവും അത്യന്താധുനികമായ ഏറ്റവും വലിയ പ്രശ്നം എന്ത് എന്നതിനെപ്പറ്റി ഒരു പഠനം നമ്മൾ നടത്തുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 13-ാം തിരുവചനമാണ്. അവിടെ നമ്മൾ അതിൻ്റെ ഹെഡിങ് വായിച്ചെങ്ങനെ, യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നു. അതിൽ തന്നെ നമ്മൾ ആദ്യമായിട്ട് ഇനി മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ ആലയം ആണ് മനുഷ്യൻ്റെ ഹൃദയം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ സ്പന്ദിക്കുന്നതുകൊണ്ടാണ് നമ്മൾ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത്, നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ദേവാലയമാണ് മനുഷ്യ ശരീരം. അപ്പോൾ ആ മനുഷ്യ ശരീരത്തെ കർത്താവ് ശുദ്ധീകരിക്കാൻ പോകുന്നതാണ് എൻ്റെ ആ ഹെഡിങ്ങിൽ തന്നെയുള്ള ഒന്നാമത്തെ അർത്ഥം. അതിനെ ശുദ്ധീകരിക്കണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാന പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ
അതിൻ്റെ ആദ്യത്തെ ലൈൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു ജെറുസലേമിലേക്ക് പോയി. അവിടെ അടുത്ത വചനം വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു. അതിൻ്റെ ബാക്കി അവിടെ നിൽക്കട്ടെ. നമുക്ക് ആദ്യമായിട്ട് എന്താ നോക്കാം. കാള എന്തിൻ്റെ പ്രതീകമാണ്? വിശുദ്ധ ഗ്രന്ഥത്തിൽ കാള എന്ന വാക്ക് നമ്മൾ കണ്ടാൽ, അല്ലെങ്കിൽ മൃഗം എന്ന് കണ്ടാൽ, അല്ലെങ്കിൽ കാളയെ പ്രതിനിധീകരിക്കുന്ന എന്തെങ്കിലുമൊക്കെ പ്രതീകാത്മക വചനങ്ങൾ നമ്മൾ കണ്ടാൽ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ഗ്രന്ഥത്തിൽ കാള എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന 4 കാലുള്ള കാള എന്ന് അല്ല. അതൊരു കന്നുകാലിയെന്നോ മൃഗമെന്നോ അല്ല. അതിൻ്റെ സുവിശേഷാർത്ഥം, ബൈബിൾ അർത്ഥം. കാള എന്നത് വയലാണ്. വയലെന്ന് പറയുന്നത് ധനമുണ്ടാക്കുന്ന സ്ഥലമാണ്. നമ്മൾ ഒരേക്കർ വാഴക്കൃഷി നടത്തിയാൽ അത് വാഴ നട്ടിരിക്കുന്ന വയലാണ്. ആ വാഴയാകുന്ന അതിൽ നിന്നും, ആ ഒരേക്കർ സ്ഥലത്തെ വയലിൽ നിന്നും, വാഴ എന്ന വസ്തുവിൽ നിന്നും നമുക്ക് അത് കുലകൾ വെട്ടിവിറ്റപ്പോൾ നമുക്ക് പണം കിട്ടി. അപ്പോൾ വാഴ എന്ന വയലിൽ നിന്നും നമുക്ക് ലഭിച്ചതാണ് പണം. ആ പണം ഉപയോഗിച്ചാണ് പിന്നെ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഭക്ഷ്യപദാർത്ഥങ്ങളും കുടുംബത്തിന് ചെലവുകളും നമ്മൾ നടത്തുന്നത്. എന്നതുപോലെ ഇന്ന് വയലിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ് വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ ജോലി. ഇപ്പം നമുക്കൊരു വയലായിട്ട് കണ്ടാൽ കാനഡ ഒരു വയലാണ്, അമേരിക്ക ഒരു വയലാണ്, ലണ്ടൻ ഒരു വയലാണ്, ഗൾഫ് രാഷ്ട്രങ്ങളൊരു വയലാണ്, വിദേശ രാജ്യങ്ങളൊക്കെ വയലാണ്. ഇപ്പോൾ ജർമ്മൻ ഭാഷ പഠിച്ച് ജർമ്മനി ചെന്നാൽ ജർമ്മനി ഒരു വയലാണ്. അപ്പോൾ അവിടെ നമ്മൾ പിന്നെ എന്താണ്, നമ്മുടെ ഭാഷ അങ്ങോട്ട് എറിഞ്ഞിട്ട് അത് വിത്തായിട്ട് ഒരു മാസം കഴിയുമ്പോൾ മുളച്ച് കൊണ്ടുവരുമ്പോൾ കിട്ടുന്ന പൈസയാണ് അതിൻ്റെ പ്രതിഫലം. അതാണ് ശമ്പളങ്ങൾ. അപ്പോൾ അങ്ങനെ ഈ നമ്മുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾ, അതിൽ നിന്ന് കിട്ടുന്ന പണങ്ങൾ, അതിൻ്റെ പണം നമുക്ക് വാങ്ങാൻ കിട്ടുന്ന രീതിയിലുള്ള ജോലി ചെയ്യുന്ന ഫാക്ടറികൾ അല്ലെങ്കിൽ അതിൻ്റെ ഓഫീസുകൾ എല്ലാം വയലിൻ്റെ പ്രതീകമാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയാണ്, ഞാൻ കാള എന്ന വസ്തുവിനെ ദേവാലയത്തിൽ നിന്ന് അടിച്ചു പുറത്താക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ ലോകത്തിലുള്ള എല്ലാ വയൽ സംവിധാനങ്ങളും, പണം വരുന്ന മാർക്കറ്റുകൾ, പണം വരുന്ന അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങൾ, ജോലി ഫാക്ടറികൾ എല്ലാം ദൈവമായ കർത്താവ് അടിച്ച് തകർക്കാൻ പോവുകയാണ്. അതിൻ്റെ പ്രാഥമിക ലക്ഷണം നമ്മൾ മനസ്സിലാക്കുന്നത്, ഗൾഫ് രാഷ്ട്രങ്ങളിൽ അടിച്ചാൽ, ഗൾഫ് രാഷ്ട്രങ്ങൾ തകർന്നാൽ, പെട്രോൾ ഡീസൽ ഇല്ലാതെ വന്നാൽ, കപ്പൽ സർവീസുകൾ ഇല്ലാതെ, നമുക്കറിയാം, നമുക്ക് ഇപ്പോൾ കറണ്ടിൻ്റെ ബാറ്ററി ഉപയോഗിച്ചിട്ട് എന്തുണ്ട് വാഹനങ്ങൾ ഓടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കും പെട്രോളും ഡീസലും ഈ ലോകത്ത് ഇല്ലാതെ വന്നാലും നമുക്ക് പ്രശ്നമില്ല, കപ്പലേ കൂടെ സാധനം വരുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ട്രെയിനേ കൂടെ സാധനം വരുന്നുണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പോൾ നമ്മുടെ ആ ധാരണയ്ക്കകത്തൊക്കെ ഒരു മാറ്റം വരേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ആന്ധ്രാപ്രദേശിൽ കിടക്കുന്ന അരി കണ്ണൂർ വന്നില്ല, കോഴിക്കോട് നിന്ന് അതിൻ്റെ വെയർഹൗസ് കോർപ്പറേഷനിലേക്ക് അതെടുത്ത് മാറ്റിയാൽ പിന്നെ നമ്മുടെ വീടുകളിലേക്ക് വരണമെങ്കിൽ വാഹനം വേണം. അതിനിപ്പോൾ നിലവിൽ വലിയ ലോറികൾ, ബാറ്ററി കൊണ്ട് ഉപയോഗിക്കുന്ന ലോറികൾ ഇന്ന് നമ്മുടെ മാർക്കറ്റുകളിൽ എല്ലാ രാജ്യങ്ങളിലും എത്തിയിട്ടില്ല, അത് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു മാർക്കറ്റിൽ പ്രശ്നം വന്നാൽ നമ്മുടെ വീടുകളിലേക്ക് ഭക്ഷ്യസാധനങ്ങൾ വരികയില്ല. അല്ലെങ്കിൽ ട്രെയിൻ സർവീസ് തീരുന്ന ഭാഗത്ത് ഈ ഭക്ഷ്യസാധനങ്ങൾ ഇറക്കി വെച്ചാൽ അത് നമ്മുടെ വീടുകളിലേക്ക് വരികയില്ല. അപ്പോൾ പെട്രോൾ ഡീസൽ അപ്രത്യക്ഷമായാൽ നമ്മുടെ വയലുകൾ അപ്രത്യക്ഷമാകും. വയലെന്ന് പറയുന്നത്, നമുക്ക് ഓഫീസിലേക്ക് പോകണമെങ്കിൽ, ജോലി സ്ഥലത്തേക്ക് പോകണമെങ്കിൽ, അവിടെ ആഹാരം വരണമെങ്കിൽ, അവിടെ കുടിവെള്ളം കിട്ടണമെങ്കിൽ, അവിടെ മരുന്നും ആശുപത്രിയും നിലനിൽക്കണമെങ്കിൽ എല്ലാത്തിൻ്റെയും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് പെട്രോൾ ഡീസലാണ്. പെട്രോൾ ഡീസൽ നമുക്ക് കിട്ടാതെ വരുമ്പോൾ നമ്മുടെ കാള അഥവാ വയൽ എന്ന മാർക്കറ്റ്, അല്ലെങ്കിൽ വയൽ എന്ന സംവിധാനം പതുക്കെയല്ല, വളരെ പെട്ടെന്ന് ഇല്ലാതെയാകും. കാളയെ കർത്താവ് അടിച്ചു തകർക്കുക എന്ന് പറഞ്ഞാൽ വയൽ, പണം വരുന്ന മാർഗങ്ങളെ ദൈവമായ കർത്താവ് അടിച്ച് തകർക്കാൻ പോവുകയാണ്. ഇത് മുന്നറിയിപ്പാണ്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ എന്നെ കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കേരളത്തിൽ ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ, അവരോട് ആദ്യം പറയേണ്ടത്, ഇനി നിങ്ങളെ രക്ഷിക്കേണ്ടത് നിങ്ങളുടെ ആത്മാവിനെയാണ്. കാരണം നമ്മൾ ഈ ലോകത്ത് മരിക്കുമെന്നുള്ള ഉറപ്പാണ്. ലോകം അതിൻ്റെ അന്ത്യകാഹളത്തിലേക്ക്, അന്ത്യയുദ്ധത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. 27-ൽ മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ 1-ാം ഘട്ടം ആരംഭിക്കുന്നു. 28-ൽ 2-ാം മുദ്ര പൊട്ടും, 29-ൽ 3-ാം മുദ്ര പൊട്ടും, 30-ൽ 4-ാം മുദ്ര പൊട്ടും. അപ്പോൾ അവിടെ വലിയ പ്രശ്നങ്ങൾ, ലോകത്തിലെ ആണവ സ്ഫോടനത്തോടുള്ള യുദ്ധം മറ്റ് ഘട്ടങ്ങളിലേക്ക് കടക്കും. 33 യുഗാന്ത്യമാണ്. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കാളയെ കർത്താവ് ലോകത്തിൽ
ഇല്ലായ്മ ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ഒന്നാമത്തെ ലക്ഷണമാണ് പെട്രോൾ ഡീസൽ ഇല്ലാണ്ടാവുന്നത്. അതോടുകൂടി കൃഷി സംബന്ധമായ കാര്യങ്ങൾ എല്ലാത്തെയും ബാധിക്കും, എല്ലാവരെയും ബാധിക്കും. അപ്പോൾ കർത്താവ് പറയുകയാണ്, കാളയെ ഞാൻ അടിച്ചു പുറത്താകും. അതിനുശേഷം വരുന്ന ആട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചിന്തയിൽ ഈ കാള അഥവാ വയൽ പണം വരുന്ന മാർഗങ്ങളെ സർവശക്തനായ ദൈവം ഇല്ലായ്മ ചെയ്യാൻ പോകണം. എന്തുകൊണ്ടാണ് ഈ എല്ലാവരും സുഖമായിട്ട് ഇങ്ങനെ ജീവിച്ചാൽ പോരെ? അപ്പോൾ ഇഷ്ടംപോലെ തിന്നാനും കുടിക്കാനും ഇല്ലേ മനുഷ്യന്? പിന്നെ എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഇങ്ങനെ വരുന്നത്? ഇതിൻ്റെ ആവശ്യം എന്താണ്? അങ്ങനെ കാളയെ അല്ലെങ്കിൽ വയലിനെ ഇല്ലായ്മ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ഉത്തരമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. പ്രിയപ്പെട്ട നിങ്ങളിങ്ങനെ കേൾക്കുക. ഞാൻ ആളിൻ്റെ പേരോ വയസ്സോ അഡ്രസ്സോ സ്ഥലമോ ഒന്നും പറയില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ പോവുകയാണ്. ഒരു കുടുംബം, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മാതാപിതാക്കന്മാരുണ്ട്, 4 കുഞ്ഞുങ്ങൾ അവർക്കുണ്ട്. പിന്നെ ഭർത്താവ് എന്ന വ്യക്തിയാണ് എന്നെ വിളിക്കുന്നത്. അദ്ദേഹം വിളിച്ചിട്ട് പറയുകയാണ്, എൻ്റെ കുടുംബത്തിൽ സമാധാനമില്ല, സന്തോഷമില്ല. എന്താണ് കാരണം? എൻ്റെ ഭാര്യ എന്നെ അനുസരിക്കുന്നില്ല, എൻ്റെ ഭാര്യ എന്നെ ധിക്കരിക്കുന്നു, അവൾക്ക് ജോലിയുണ്ട്, ഒരു പൈസ പോലും വീട്ടിൽ തരികയില്ല, അവളുടെ ജോലി പണം എവിടെ പോകുന്നു ചോദിച്ചാൽ അവൾ എന്നോട് തട്ടിക്കയറും. അങ്ങനെ ഞങ്ങൾ തമ്മിൽ കലഹമുണ്ടാവും, പ്രശ്നമുണ്ടാവും. അങ്ങനെ പ്രശ്നം ഉണ്ടാകരുതല്ലോ വിചാരിച്ച് ഞാൻ മൗനം പാലിക്കും. പക്ഷേ കുടുംബത്തിൽ അവൾക്ക് കിട്ടുന്ന പണം എനിക്ക് തരാത്തതുകൊണ്ട് കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ശരിയായി പോകുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുടുംബ സമാധാനം നഷ്ടപ്പെടുന്നു. ചോദ്യങ്ങൾ അങ്ങോട്ടും ചെയ്താൽ അങ്ങോട്ടൊരു ചോദ്യം പറിച്ചു വന്നാൽ വലിയ കുടുംബ കലഹമാണ്. അത് പിന്നെ അയൽപക്കത്തുള്ളവരൊക്കെ കേൾക്കുന്ന പശ്ചാത്തലം വരുമ്പോൾ നിർത്തുകയും അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യും. അങ്ങനെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം വെച്ചാൽ അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യണമെന്നൊരു തോന്നൽ വരാൻ തുടങ്ങി. കാരണം ഈ ജീവിതം ശരിയല്ല. അവിടെ വയലുണ്ട്. വയലെന്ന് പറഞ്ഞാൽ ആ 2 പേരും ജോലിക്കാരാണ്. 2 പേർക്കും ജോലിയും അതിൻ്റെ പണവും വരുന്നുണ്ട്. അപ്പോൾ കുടുംബത്തിൽ വയലിലെ പണം വരുന്നുണ്ട്. വയലിൽ അവർ കൃഷി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അധ്വാനിക്കുന്നുണ്ട്, പണം വരുന്നുണ്ട്. പക്ഷേ അവർക്ക് എന്താണ് പ്രശ്നം? ഇഷ്ടംപോലെ തിന്നാനുണ്ട്, ഇഷ്ടംപോലെ കുടിക്കാനുണ്ട്, യാത്ര ചെയ്യാൻ വാഹനമുണ്ട്, കിടക്കാൻ വീടുണ്ട്, സംസാരിക്കാൻ ഫോണുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പോൾ എന്താണ് വലിയ പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ നിഗൂഢ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അല്ലെങ്കിൽ ലാപ്ടോപ്പുകൾ ഉപയോഗിച്ച് അവർ കാണുന്ന ചിത്രങ്ങളും സിനിമകളും സീരിയലുകളും പരിപാടികളും കാര്യങ്ങളെല്ലാം ഭാര്യാഭർത്തൃ ബന്ധത്തെ ഭിന്നിപ്പിക്കുന്നതാണ്, കുടുംബജീവിതത്തെ തകർക്കുന്നതാണ്. നമുക്കറിയാം, ഈ ഒരു 50 വർഷം മുമ്പ് പുറകോട്ട് പോയാൽ നമുക്ക് 1980-85 കാലഘട്ടത്തെ വെറുതെ നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കുക. നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ 80-85 കാലഘട്ടം, ഇപ്പോൾ 60-50 വയസ്സിന് 60 വയസ്സിന് മേലേക്കുള്ളവർക്കൊക്കെ 1985 കാലഘട്ടങ്ങളെ ഓർമ്മിക്കാൻ ബുദ്ധിമുട്ടില്ല. അന്ന് നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോണില്ല, വീട്ടിൽ ടെലിവിഷനില്ല, വീട്ടിൽ കറണ്ടില്ല, വീട്ടിൽ വാഹനമില്ല, വീട്ടിൽ നമുക്ക് ലാപ്ടോപ്പുകളില്ല. നമുക്കറിയാം, ഇന്നത്തെ ആധുനിക സംവിധാനങ്ങൾ, വാർക്ക വീടുകളില്ല, ഒന്നുമില്ല. പക്ഷേ അവിടെ ഒന്നുണ്ടായിരുന്നു, സന്ധ്യാസമയത്തെ പ്രാർത്ഥന, പ്രഭാത പ്രാർത്ഥന. പ്രഭാതത്തിൽ എഴുന്നേറ്റ് 5-5:30 മണി സമയമാകുമ്പോൾ എൻ്റെയൊക്കെ മാതാപിതാക്കന്മാർ ജമാലി ചൊല്ലി പ്രാർത്ഥിക്കുന്നതിന് ഓർക്കുന്നുണ്ട്. ജമാലി ഇങ്ങനെ ഉള്ളെന്ന് വെച്ച കേൾക്കാമെന്ന്. അപ്പോൾ നമ്മളൊക്കെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അമ്മ ഇങ്ങനെ ജമാലി ഉരുട്ടുന്ന കാണുന്നത്. ചാച്ചനും തിണ്ണയിൽ എഴുന്നേറ്റിരുന്ന, അല്ലെങ്കിൽ അന്നത്തെ ആ സംവിധാനത്തിൽ ഇരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നു, കൈ കൂപ്പി പിടിക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇവർ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ആ പ്രാർത്ഥന കാണാൻ പറ്റുമായിരുന്നു. ആ പ്രാർത്ഥന കണ്ടുകൊണ്ടാണ് എൻ്റെയൊക്കെ ചെറുപ്പകാലം ഞാൻ മുന്നോട്ട് പോകുന്നത്. ആ പ്രാർത്ഥനയുടെ അനുഭവമൊക്കെയാണ് ഒരു പരിധിവരെ എന്നെ ഈ രീതിയിൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് വളരാൻ അനുവദിച്ചത്. എന്നാൽ ഇന്ന് സന്ധ്യാപ്രാർത്ഥന എന്ന് പറയുന്ന സാധനമേ ഇല്ല. ഞാൻ എന്നോടിന്ന് വിളിച്ച സഹോദരൻ ചോദിച്ചു, നിങ്ങൾ ദേവാലയത്തിൽ പോകാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ 2 പേരും പോകാറില്ല. കാരണം തലേദിവസം വലിയ പിന്നെ വീട്ടിൽ ബഹളമായിരിക്കും, പ്രശ്നമായിരിക്കും, പിറ്റേ ദിവസം പള്ളിയിൽ പോകാൻ തോന്നലേ ഇല്ല, അതുകൊണ്ട് പോകാറേ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഒരു 5 വർഷമായിട്ട് അവർ പോകുന്നേ ഇല്ല. അങ്ങനെ വിശുദ്ധി നഷ്ടപ്പെട്ട അവസ്ഥ, വിശ്വാസം നഷ്ടപ്പെട്ട അവസ്ഥ, കുടുംബ സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥ, അവിടെ സ്നേഹമോ ഐക്യത്തിനോ വിലയില്ലാത്ത അവസ്ഥ, ക്രിസ്തുവിന് യാതൊരു മൂല്യമില്ലാത്ത അവസ്ഥ, വിവാഹമെന്ന കൂതാശയ്ക്ക് പുല്ലിൻ്റെ വില പോലും ഇല്ലാത്ത അവസ്ഥ, ദാമ്പത്യ ജീവിതം തകർന്നടിഞ്ഞ അവസ്ഥ, മക്കളെ പോറ്റാൻ മാതാപിതാക്കന്മാർക്ക് താല്പര്യമില്ലാത്ത അവസ്ഥ, ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കേണ്ട അവസ്ഥ. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് മനുഷ്യൻ ആഹാരം കഴിക്കുന്നതുകൊണ്ടാണ്. മനുഷ്യന് അധ്വാനിക്കുന്ന വയൽ, കാള കയ്യിലുള്ളതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ വയലിൽ അധ്വാനിക്കുന്നു, അല്ലെങ്കിൽ ഓഫീസിൽ അധ്വാനിക്കുന്നു, അതിൻ്റെ പണം വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ വീട്ടിലേക്ക് ആഹാരം കൊണ്ടിരുന്നു. ഫ്രിഡ്ജിൽ ഇഷ്ടമുള്ള മാംസവും ഭക്ഷ്യപദാർത്ഥങ്ങളുണ്ട്. അത് ഇഷ്ടമുള്ള സമയത്ത് എടുക്കുന്നു, അത് ഇഷ്ടമുള്ള രീതി പാചകം ചെയ്യുന്നു, ഇഷ്ടമുള്ള രീതി കഴിക്കുന്നു. മദ്യം കഴിക്കേണ്ടവർ മദ്യം കഴിക്കുന്നു. അത് കഴിക്കേണ്ട രീതി കഴിച്ച് അവർ ബാക്കി സമയം ഉല്ലാസത്തിന് കൊടുക്കുന്നു. ഉല്ലാസം കൊടുക്കുമ്പോൾ കയ്യിലിരിക്കുന്ന മൊബൈലാണ്. മൊബൈൽ ഫോൺ കണ്ടാൽ എന്തു സംഭവിക്കും?
അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 5000 വർഷങ്ങൾക്ക് മുമ്പ് സൊദോം ഗൊമോറയിൽ കൊല്ലപ്പെട്ട അന്നത്തെ മനുഷ്യരുടെ ആത്മാക്കൾ ഇന്ന് പുനർജനിക്കുകയാണ്. അത് ഇന്നത്തെ പരിപാടികൾ, നമ്മൾ ചീത്തയായ പരിപാടികൾ, എൻ്റെ പാട്ടുകൾ, നൃത്തങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ സംവിധാനങ്ങൾ, ഞാൻ ആവർത്തിച്ച് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, കേട്ടുള്ളവർക്കറിയാം. ഇന്ന് അവർ കാണുന്ന സുവിശേഷമല്ലാത്ത പരിപാടികൾ, അല്ലെങ്കിൽ രാഷ്ട്രീയ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് അല്ലാതെയുള്ള എൻ്റർടൈൻമെൻറ്റ് അറിവുകളെല്ലാം, അതിൻ്റെ ആശയങ്ങളെല്ലാം വൈശാശ്യത്തിൽ നിറഞ്ഞതും അശുദ്ധി നിറഞ്ഞതും കുടുംബസമാധാനം നശിപ്പിക്കുന്നതുമാണ്. അങ്ങനെ വരുമ്പോൾ ഓരോ വ്യക്തിയിലേക്കും കയറിക്കൂടുന്ന ദുരാത്മാക്കളുടെ എണ്ണം ചെറുതല്ല. അതുകൊണ്ടാണ് വെളിപാടിൻ്റെ പുസ്തകം 18-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ ആ സംഭവത്തെ വളരെ വ്യക്തമായ ഭാഷയിൽ കർത്താവ് എഴുതി വെച്ചൊരു വചനം കൂടിയുണ്ട്. വെളിപാട് 18:3. അത് ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സുകളാണെങ്കിലും ഞാൻ നിങ്ങൾ പെട്ടെന്നായിട്ടെന്ന് പറയാം. അതിങ്ങനെയാണ് അവിടെ കാണുന്നത്. ഇതിനുശേഷം വെളിപാട് 18:1 മുതൽ വായിക്കാം. ഇതിനുശേഷം സ്വർഗത്തിൽ നിന്ന് വേറൊരു ദൂതൻ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവന് വലിയ അധികാരമുണ്ടായിരുന്നു. അവൻ്റെ തേജസ് കൊണ്ട് ഭൂമി പ്രകാശിച്ചു. അവൻ ശക്തമായ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, വീണു, മഹാബാബിലോൺ വീണു, അവൾ പിശാചുക്കളുടെ വാസസ്ഥലവും അശുദ്ധവും ബീഭത്സവുമായ സകല പക്ഷികളുടെയും താവളവുമായി. അശുദ്ധാത്മകളുടെ സങ്കേതവും അശുദ്ധവും ബീഭത്സമായ സകല പക്ഷികളുടെയും താവളമായി. എന്നാൽ സകല ജനതകളും അവളുടെ ഭോഗാസക്തിയുടെ മാതമായി വീഞ്ഞ് പാനം ചെയ്തു. ഭൂമിയിലെ രാജാക്കന്മാർ അവളുമായി വ്യഭിചാരം ചെയ്തു. അവളുടെ സുഖഭോഗ വസ്തുക്കൾ വഴി വ്യാപാരികൾ ധനികരായി. ഇത് വലിയൊരു വചനമാണ്. ഇതിനെപ്പറ്റി ക്ലാസ് എടുത്താൽ ഒരു 2-3 മണിക്കൂർ സമയം ക്ലാസ് എടുക്കാനുള്ള കാര്യങ്ങൾ ഈ ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പെട്ടെന്നൊന്നും വായിച്ചാൽ അതിന് മനസ്സിലാവുകയില്ല. അപ്പോൾ നമുക്കറിയാം, വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ പ്രാവിൻ്റെ അടയാളമാണ് പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധാത്മാവ്. പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധ കുർബാനയിൽ നിന്നും നമ്മുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് വരുന്നു. അല്ലെങ്കിൽ ഒരു ധ്യാനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വരുന്നു. കുമ്പസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ നമ്മുടെ അടുത്തേക്ക് വരുന്നു. അങ്ങനെ നമ്മുടെ വിശുദ്ധിയും പരിശുദ്ധിയും ജ്ഞാനവും വിവേകവും സ്നേഹവും ഐക്യവും കലർന്ന ഒരാത്മീയ കാഴ്ചപ്പാടുണ്ടായിരുന്ന നമ്മുടെ ഹൃദയങ്ങളിൽ ഇന്നുള്ളത് അശുദ്ധവും ബീഭത്സവുമായ സകല പക്ഷികളാണ്. ആ പക്ഷികൾ എന്ന് പറഞ്ഞാൽ വന്നറിയാം, നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ 24-ാം അധ്യായത്തിൽ കർത്താവ് ചോദിക്കുന്നുണ്ട്, അന്ന് രാത്രി ഒരു കട്ടിൽ 2 പേരുണ്ടായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, ഈ അവശേഷിക്കുന്ന ആൾ കർത്താവെ എങ്ങോട്ടാണ് പോകുന്നത് ചോദിച്ചു. ശവം എവിടെയോ അവിടെ കഴുകന്മാർ വന്നുകൂടും എന്നൊരു വചനം കർത്താവ് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ശരീരം കഴുകന് തിന്നാൻ പാകത്തുള്ള ശവമായി മാറി. പക്ഷെ നമ്മൾ മരിച്ചിട്ടില്ല. നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും ഇത്തരം ശവത്തിൻ്റെ പ്രോഗ്രാമുകൾ നിറഞ്ഞ പരിപാടികളിലേക്ക് ഹൃദയവും മനസ്സും കൊടുത്തു കഴിയുമ്പോൾ ഈ ശവം തിന്നുന്ന കഴുകൻ്റെ ആത്മാവ്, കഴുകൻ്റെ പക്ഷിയിലുള്ള ആത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് കയറി വരുന്നു. അങ്ങനെ ഹൃദയത്തിലേക്ക് കയറി വരുമ്പോഴാണ് നമ്മുടെ രാവിലെ കുർബാന സ്വീകരിച്ച സമയത്തുള്ള പ്രാവിൻ്റെ അടയാളമായ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നിൽക്കുകയാണ്. ഉച്ച കഴിഞ്ഞാണ് ഈ ചീത്തയായ പരിപാടി കാണുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ കഴുകൻ്റെ ആത്മാവും ഈ പ്രാവിൻ്റെ ആത്മാവും തമ്മിൽ വലിയ സംഘടനം വരും. അപ്പോൾ പ്രാവ് ചെറിയ പക്ഷിയാണ്, കഴുകൻ വലിയ പക്ഷിയാണ്. കഴുകൻ അശുദ്ധിയുടെ പക്ഷിയാണ്, പ്രാവ് വിശുദ്ധിയുടെ പക്ഷിയാണ്. അശുദ്ധവും വിശുദ്ധിയും തമ്മിൽ ചേരുമോടെ ആ ആത്മസംഘർഷത്തിനകത്താണ് ഭാര്യയും ഭർത്താവും തമ്മിൽ അടിപിടി ഉണ്ടാകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഏത് കാരണം കൊണ്ട്, എന്ത് പ്രശ്നം കൊണ്ടാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇത് പിന്നെ സഭയിലായാലും സമൂഹത്തിലായാലും രാഷ്ട്രത്തിലായാലും രാഷ്ട്രങ്ങൾ തമ്മിലായാലും വ്യക്തിബന്ധങ്ങളിലായാലും ദാമ്പത്യത്തിലായാലും വ്യക്തി ജീവിതത്തിലായാലും ഇതെല്ലാം മനുഷ്യനെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഇന്ന് വിളിച്ച ആ സഹോദരനോട് എനിക്ക് പറയേണ്ടി വന്നത് ഇതാണ്, ഇങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്, ഞാൻ ഇതൊക്കെ എനിക്ക് കൺട്രോളൊക്കെ ഉണ്ട്, ഞാൻ കൺട്രോളിലാണ് പോകുന്നത്. പക്ഷേ എൻ്റെ ഭാര്യ അത് തീരെ സമ്മതിക്കുക. അവളുടെ സ്വാതന്ത്ര്യമുള്ള രീതിയിലാണ് അവൾ ജീവിക്കുക. എന്നോട് ഐക്യമോ ബഹുമാനമോ സ്നേഹമോ ഇല്ല. പിന്നെ അപ്പോൾ അതില്ലെങ്കിൽ ആ ഭാര്യയുടെ ഹൃദയത്തിൽ എന്താണുള്ളത്? കഴുകൻ്റെ ആത്മാവ്. അപ്പോൾ ശവമായ ശരീരമുള്ള സ്ത്രീ അല്ലെങ്കിൽ ശവമായ ശരീരമുള്ള പുരുഷൻ, ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്ത് വിശുദ്ധിയാണുള്ളത്? എന്നാൽ 50 വർഷം മുമ്പ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു 50 വർഷം മുമ്പ് നമ്മുടെ കയ്യിൽ ലാപ്ടോപ്പോ മൊബൈൽ ഫോണോ ഇല്ല, ഇത്തരം പ്രോഗ്രാമുകൾ നമ്മൾ കാണുന്നില്ല. അന്നത്തെ കാലത്ത് ഇങ്ങനെ പ്രശ്നമില്ല. ഭാര്യ ഭർത്താക്കൾ തമ്മിൽ വലിയ ഐക്യവും സ്നേഹമുണ്ട്. ചില ചില്ലറ വ്യത്യാസമോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിലും അത് 1-2 ദിവസങ്ങൾ കൊണ്ട് അത് തീരും. സന്ധ്യാപ്രാർത്ഥനയിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. എന്നെ വിളിച്ച വ്യക്തിയുടെ ഭവനത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്ന സംഭവമേ ഇല്ല. ക്രിസ്തു എന്ന വ്യക്തിക്കൊരു ഒരു സ്ഥാനമേ ഇല്ല. ക്രിസ്തുവിൻ്റെ വചനം അവിടെ വായിക്കാറില്ല, ജപമാല ചൊല്ലാറില്ല, പള്ളിയിൽ പോകാറില്ല, വിശുദ്ധിക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാറില്ല, ധ്യാനം കൂടാറില്ല, ഒരു പരിപാടിയില്ല. പരസ്പരം കലഹിക്കുമ്പോൾ
കർത്താവ് പറഞ്ഞൊരു വചനം അവിടെ സംഭവിക്കുകയാണ്, ശവം എവിടെയോ അവിടെ കഴുമാറുന്നോടും എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരം ശവമായിട്ട് മാറിയിട്ടുണ്ട്. ഇനി അതുകൊണ്ട് ചീഞ്ഞഴുകി പുഴുത്താൽ മതി. അത് പുഴുക്കാൻ പറ്റിയ വിധം ഒരാത്മഹത്യാ പ്രവണതയും ഒരു ചിന്തയും അവരുടെ ഹൃദയത്തിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഇതൊരു വിഷയമല്ല. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനത്തിൽ ഈ വചനം പറയുന്നുണ്ട്, അരാജകത്വത്തിൻ്റെ കൊരിന്ത്യർ ലേഖനം വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. എൻ്റെ നമ്പർ പറയാം പ്രിയപ്പെട്ടവരെ, നിങ്ങളിങ്ങനെ ഓർത്താൽ മതി. അരാജകത്വത്തിൻ്റെ സന്താനമായ പിശാച് ഇപ്പോഴേ പ്രവർത്തിക്കുന്നത്. ആ കാലഘട്ടത്തിൽ 2000 വർഷം മുമ്പ് ലേഖനങ്ങൾ എഴുതുമ്പോഴും സുവിശേഷം എഴുതുമ്പോഴും ആ 2000 വർഷം മുമ്പേ ക്രിസ്തുവിൻ്റെ വചനത്തെ തള്ളിക്കളയുക, ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ തള്ളിക്കളയുക, ക്രിസ്തുവിൻ്റെ വിശുദ്ധിയെ തള്ളിക്കളയുക, ക്രിസ്തുവിൻ്റെ ജ്ഞാനത്തെ തള്ളിക്കളയുക, ക്രിസ്തുവിൻ്റെ അതീന്ദ്രിയ ജ്ഞാനത്തെ വേണ്ടാന്ന് വെക്കുക, ക്രിസ്തുവിലേക്ക് വളരാതിരിക്കുക, ക്രിസ്തുവിനെ സ്വന്തമാക്കി രക്ഷിതാവായിട്ട് സ്വീകരിക്കാൻ പറ്റാത്ത തടസ്സങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, അതിൻ്റെ ഘടനയെ മാറ്റുക, വിശുദ്ധ ബലിയുടെയോ വചനത്തിൻ്റെയോ ധ്യാനത്തിൻ്റെ ഘടനയെ മാറ്റിക്കളയുക. ഇതെല്ലാം ഇപ്പോഴൊരു പൂർണ്ണാവസ്ഥ വന്നു. പക്ഷേ അതിൻ്റെ തുടക്കം അന്നേ ഉണ്ടായിരുന്നു. അതിപ്പം അരാജകത്വത്തിൻ്റെ സന്താനമായ പിശാച് ഓരോ കുടുംബത്തെയും സഭയും സമൂഹത്തെയും രാഷ്ട്രത്തെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ട സത്യം, കർത്താവ് എന്തുകൊണ്ടാണ് ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഒരു രാഷ്ട്രത്തിൽ പ്രശ്നങ്ങൾ രൂക്ഷമായിട്ടുണ്ടാകുമെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമുള്ളൂ, അവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവും ജോലിക്കാരാണ്. അവരുടെ ജോലി അടുത്ത വർഷം ഇല്ലാതെയാകും. അടുത്ത വർഷം ഒരു മധ്യാഹ്നത്തോടു കൂടി അവരുടെ ജോലി ഇല്ലാതെയായി. അവർക്ക് കാള എന്ന് പറഞ്ഞാൽ പണം വരുന്ന വയൽ, പണം വരുന്ന വഴികൾ സർവശക്തനായ ദൈവം അടിച്ച് തകർത്ത് കത്തിച്ച് ഭസ്മമാക്കി കളയുമ്പോൾ, 1 രൂപയ്ക്ക് വേണ്ടി അവർ 6 പോയി കൈനീട്ടിയ പോലും കെട്ടാത്ത അവസ്ഥ വരുമ്പോൾ, ഭക്ഷ്യപദാർത്ഥങ്ങൾ ഭക്ഷിച്ച് അവർ കുടുംബകലഹം ഉണ്ടാക്കിയിരുന്നെങ്കിൽ അവരുടെ ഭവനത്തിൽ നിന്നല്ല, സകല വ്യക്തികളുടെയും കുടുംബങ്ങളിൽ, സകല രാഷ്ട്രങ്ങളുടെയും മുമ്പിൽ കർത്താവ് കൊടുക്കാൻ പോകുന്നതാണ് കാളയെ അടിച്ച് കത്തിക്കുക, അതില്ലായ്മ ചെയ്യുക. അതോടുകൂടി എന്ത് ചെയ്യും? ഭക്ഷ്യപദാർത്ഥങ്ങൾ ഇല്ലാതെ വരും. അതുകൊണ്ടാണ് വെളിപാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം, വെളിപാടിൻ്റെ പുസ്തകം 6-ാം തിരുവചനത്തിൽ കർത്താവ് പറയുന്നുണ്ട്. 6-ാം അധ്യായത്തിലെ ഒരു പ്രത്യേക വചനം കർത്താവ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്. അവൻ 3-ാമത്തെ മുദ്ര തുറന്നപ്പോൾ, വെളിപാടിൻ്റെ പുസ്തകം 6-ാം അധ്യായം 5-ാം തിരുവചനം, അവൻ 3-ാമത്തെ മുദ്ര തുറന്നപ്പോൾ വരിക എന്ന് 3-ാമത്തെ ജീവി പറയുന്നത് ഞാൻ കേട്ടു. നോക്കിയപ്പോൾ ഇതാ ഒരു കറുത്ത കുതിര, അതിൻ്റെ പുറത്തിരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു ത്രാസ്. ആ 4 ജീവികളുടെ മധ്യത്തിലുണ്ടായ ഒരു ശബ്ദം പോലെ ഞാൻ കേട്ടു, 1 ദനാറയ്ക്ക് ഇടങ്ങിഴി ഗോതമ്പ്, 1 ദനാറയ്ക്ക് 3 ഇടങ്ങിഴി ബാർലി, എണ്ണയും വീഞ്ഞും നശിപ്പിച്ച് കളയരുത്. 1 ദനാറയ്ക്ക്, നമ്മുടെ ദനാറ ഉദ്ദേശിക്കുന്നത് അന്നത്തെ കാലത്തെ നാണയമാണെങ്കിൽ, നമ്മുടെ ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ 1 ദനാറ ഉദ്ദേശിക്കുന്നത് ഒരു 10 രൂപയാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നമുക്കറിയാം, ഇപ്പം $1 85 രൂപയാണ്. അപ്പോൾ നമ്മുടെ 1 ദനാറ നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ 85 രൂപ കൊടുത്താൽ നമുക്ക് 1 കിലോ അരി കിട്ടുമെന്ന ഭാഷ ഇന്നത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിലും, ആ 85 രൂപ കൊടുത്ത പോയിട്ട് 850 രൂപ കൊടുത്താൽ പോലും 1 കിലോ അരി കിട്ടാൻ ഇല്ലാത്ത അവസ്ഥ വരും. ഇനി 8500 രൂപ കൊടുത്താലും നമുക്ക് മാർക്കറ്റിൽ 1 കിലോ അരി വാങ്ങാനില്ല, 1 കിലോ ഭക്ഷ്യവസ്തു വാങ്ങാനില്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഈ ഒന്നാമത്തെ കാളയുടെ നട്ടല് കർത്താവ് അടിച്ച് ഒടിക്കുമ്പോൾ പിന്നെ വരുന്ന ഭാഗമാണ് വെളിപാട് ഗ്രന്ഥത്തിൽ ഞാൻ വായിച്ചത്. ഈ 8000 അല്ലെ 85,000 രൂപ കൊടുത്താലും മാർക്കറ്റുകളില്ല, മാർക്കറ്റിൽ ഭക്ഷ്യപദാർത്ഥങ്ങളില്ല എന്ന അവസ്ഥ വരും. കാരണം മനുഷ്യൻ്റെ അഹങ്കാരം ഭക്ഷണപദാർത്ഥങ്ങളുടെ പുറത്തും മനുഷ്യൻ കഴിക്കുന്ന ആഹാരത്തിന് മാത്രമല്ല, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പണത്തിൻ്റെ പുറത്തുമാണ്. പണം വരുന്ന വഴികളെ സർവശക്തനായ ദൈവം അടിച്ച് കത്തിച്ച് തകർക്കാൻ പോവുകയാണ്. അത് വരും കാലങ്ങളിൽ ഏകദേശം ഒരു 6 മാസത്തിനുള്ളിൽ, ഇവിടെ 1 വർഷം കൊണ്ട് മുന്നോട്ട് വെക്കാം, 1 വർഷം കൊണ്ട് മുന്നോട്ട് വെക്കാം. ഈ 3-ാമത്തെ മുദ്ര പൊട്ടുന്നത് 2028 ശേഷമാണ് 3-ാമത്തെ മുദ്ര പൊട്ടുന്നത്. അപ്പോൾ നമുക്ക് 1 വർഷം കൂടെ, അങ്ങനെ 1.5 വർഷം കൊണ്ട് മുന്നോട്ട് കയറ്റി വെക്കാം. അല്ലെങ്കിൽ 2027 അവസാനം കൂട്ടിക്കും. അപ്പോഴേക്കും ഈ യുദ്ധം, ഇറാനുമായിട്ടുള്ള യുദ്ധം ഇവിടെ തീരുകയില്ല പ്രിയപ്പെട്ടവരെ. അതതിൻ്റെ മറ്റു തലത്തിലേക്കും രൂക്ഷതയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പോൾ ഒരു ഗോഗമാഗോ യുദ്ധത്തിന് ലോകം തയ്യാറാകുന്ന അണ്ടർഗ്രൗണ്ട് ചർച്ചകൾ, അതായത് അതിൻ്റെ ചർച്ചകൾ വളരെ രഹസ്യമായി നടക്കുന്നൊരു കാലഘട്ടമാണിത്. അപ്പോൾ അതിൻ്റെ സമയത്ത് അത് പ്രത്യക്ഷപ്പെടുകയും അതൊക്കെ പൊട്ടിപ്പുറപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം പൂർണ്ണമാകും. അപ്പോൾ മനുഷ്യൻ ഈ വഴക്ക് കൂടിക്കൊണ്ടിരിക്കുന്നവർ, ഈ ഭക്ഷ്യപദാർത്ഥങ്ങൾ അമിതമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ, വരുമാനത്തിൻ്റെ മാർഗമുള്ളവർ, അവരുടെ എല്ലാം ജീവിതം എത്രമാത്രം നരകപൂർണ്ണമായിരിക്കുമെന്നുള്ളതിനെപ്പറ്റി നമുക്ക് പറയണോ?
അത് പറയേണ്ട ആവശ്യമില്ല. എത്രമാത്രം ഭയഭക്തി ബഹുമാനത്തോടെ, എത്രമാത്രം സ്നേഹത്തോടെ, എത്രമാത്രം വിശുദ്ധിയോടെ സന്ധ്യാപ്രാർത്ഥന, പ്രഭാത പ്രാർത്ഥന, ദേവാലയത്തിലേക്കുള്ള പോക്ക്, മാസത്തിൽ 1 മാസം വെച്ച് ഒരു ഏകദിന പ്രോഗ്രാമിലൂടെ 3 മാസം കൂടുമ്പോൾ ധ്യാനം കൂടി കുമ്പസാരിക്കുക. അങ്ങനെ പരസ്പര സ്നേഹവും ഐക്യവും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം സ്വാംശീകരിച്ച് നമ്മുടെ ഹൃദയത്തിൽ യേശുവിൻ്റെ സ്നേഹത്തെ കരുതി, ടാങ്കിനകത്ത് വെള്ളം കരുതി വെക്കുന്ന പോലെ യേശുക്രിസ്തുവിൻ്റെ വചനം ശ്രവിക്കുമ്പോൾ നാം വിശുദ്ധി പ്രാപിക്കണം. ആ വിശുദ്ധിയെ ഒരു ടാങ്കിനകത്ത് വെള്ളം കരുതി വയ്ക്കുന്നത് പോലെ യേശുക്രിസ്തുവിൻ്റെ ജ്ഞാനത്തെ വചനം ശ്രവിക്കുമ്പോൾ നമ്മൾ ജ്ഞാനിയായിട്ട് ഒരു വാട്ടർ ടാങ്കിൽ വാട്ടർ കരുതി ശേഖരിച്ചു വെക്കുന്നത് പോലെ ഹൃദയത്തിലും മനസ്സിലും ആത്മാവിലും വിശുദ്ധിയും പരിശുദ്ധിയും സ്നേഹവും സഹനവും വിട്ടുവീഴ്ചയും ആത്മത്യാഗവും പാപത്തിൻ്റെ പരിഹാരവും കനിവും അലിവും ദയവും പരസ്പരം കാണിച്ച് യേശുക്രിസ്തുവിനെ പറയാൻ വേണ്ടി ഒരുങ്ങേണ്ട ഈ കാലഘട്ടത്തിൽ ഇത്രമാത്രം ദുഷ്ടതയോടെ ഓരോ കുടുംബത്തിലും അല്ലെങ്കിൽ പല കുടുംബത്തിലും ഉള്ള അവസ്ഥ വരുമ്പോൾ ദൈവത്തിൻ്റെ വേദന, ആ ദൈവത്തിൻ്റെ അതുകൊണ്ടാണ് റോമാക്കാർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന് 18-ാം തീയതി കർത്താവ് പറഞ്ഞൊരു വചനം കൂടെ നമ്മൾ നോക്കി വെക്കണം പ്രിയപ്പെട്ട. അത് നമ്മൾ അറിയണം, നമ്മൾ അറിയാതിരിക്കരുത്. അത് അത്ര ശക്തമായിട്ട് കർത്താവ് എഴുതി വെച്ചിരിക്കുന്ന വചനത്തിൻ്റെ ഒരു പൂർണ്ണാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. റോമാക്കാർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18-ാം തിരുവചനത്തിൽ കർത്താവ് എഴുതി വെച്ചൊരു വചനമുണ്ട്. ആ വചനം നമ്മൾക്ക് അത് ഈ സമയത്ത് നമ്മൾ ഓർത്തിരിക്കണം. മനുഷ്യരുടെ റോമാക്കാർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 18-ാം തിരുവചനം, മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിൻ്റെ ക്രോധം ആകാശത്തുനിന്ന് പ്രത്യക്ഷപ്പെടുന്നു എന്നെഴുതി വെച്ചിരിക്കുകയാണ്. ആ ക്രോധം പ്രത്യക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ മിസൈൽ പ്രത്യക്ഷപ്പെടുന്നു എന്നതിൻ്റെ അർത്ഥം. അത് ക്രോധം എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇറാനിൽ നിന്ന് കിട്ടും ബോംബുകളോ അല്ലെങ്കിൽ പാലസ്തീൻ കിട്ടുന്നതോ ഇവിടെ ഉക്രൈൻ ഉപയോഗിച്ചതോ റഷ്യ ഉപയോഗിച്ചോ കിട്ടും ബോംബുകളല്ല പ്രിയപ്പെട്ട ആണവ ആയുധങ്ങളാണ്. അത് അഗ്നിയുടെ രൂപത്തിലാണ്. ക്രോധം, ദൈവത്തിൻ്റെ ക്രോധം എന്ന് പറയുന്നത് അഗ്നി രൂപത്തിലാണ്. ദൈവത്തിൻ്റെ ഇനി ഭൂമിയിലേക്കുള്ള ക്രോധം മുഴുവനും അഗ്നിരൂപമാണ്. അഗ്നിരൂപം ഉദ്ദേശിക്കുന്നത് സാധാരണ മിസൈൽ ബോംബുകളല്ല, ആണവ ബോംബുകളാണ്. ആ വീഴുന്ന ഭാഗം അഗ്നിഗോളമായ അഗ്നികുണ്ഡമായിട്ട് കത്തിച്ചൊളിയും. അത് ലോകം മുഴുവനും വീണാൽ ലോകം മുഴുവൻ കത്തും. പ്രിയപ്പെട്ടവരെ, ഇവിടെ മനുഷ്യന് ദൈവത്തോട് നന്ദി പറയുവാനോ ദൈവത്തെ ബഹുമാനിക്കാനോ ദൈവത്തെ ഒന്ന് ഭയപ്പെടാനോ ഒരു നേരവുമില്ല, താല്പര്യമില്ല. യേശു വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ, അല്ലെങ്കിൽ ഈ ലോകം അവസാനിക്കുകയോ ചെയ്യട്ടെ, ഞാൻ എൻ്റെ സൗകര്യം പോലെ പ്രവർത്തിക്കും ജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന, കൂതാശകളെ തള്ളിക്കളയുന്ന ഏതൊരു വ്യക്തിയോ കുടുംബമോ സമൂഹമോ രാഷ്ട്രമോ രാജ്യമോ ആശയമോ ആയിക്കോട്ടെ, അത് മുഴുവനും സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു അണുബോംബിനില്ല, അല്ലെങ്കിൽ 10 അണുബോംബിന് ഈ ലോകത്തെ കർത്താവ് കത്തിക്കും. ആ കാലഘട്ടത്തിലേക്ക് ലോകമെത്തി. അതുകൊണ്ട് കർത്താവ് പറയാണ്, 1-ാമത്തെ അടിത്തറയായ കാള എന്ന വയൽ സമ്പത്തിൻ്റെ സ്ഥാനങ്ങൾ അടുത്ത കാലഘട്ടം ഏതാനും ചില മാസങ്ങൾ കൂടി മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് അതിനെ അടിച്ചു തകർക്കും. അതോടെ മനുഷ്യൻ്റെ അഹങ്കാരത്തിന് 1-ാമത്തെ ഉത്തരമാവും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ നാം ചെയ്യേണ്ടത് ഒന്ന് ക്രിസ്തുവിലേക്ക് കടന്നു വരിക. നാം ഇന്ന് വരെ ക്രിസ്തു വിശ്വസിച്ച പോലെയോ ക്രിസ്തുവിനെ സ്നേഹിച്ചതുപോലെയുള്ള ജീവിതമോ സ്നേഹമോ പോരാ, അതിൻ്റെ 10 മടങ്ങ് ഇപ്പോൾ നമ്മൾ സഭയിൽ നിന്ന് കിട്ടിയെങ്കിൽ അത് പോരാ. അതിനപ്പുറത്തേക്കുള്ള ജ്ഞാനത്തിൻ്റെ ഏതെല്ലാം മാർഗങ്ങളിൽ കൂടെ ജ്ഞാനത്തെ സ്വീകരിക്കാം, ഏതെല്ലാം വിധത്തിലൊക്കെ എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധിയ സ്നേഹത്തെ സ്വന്തമാക്കാം, ഏതെല്ലാം വിധത്തിൽ യേശു ക്രിസ്തുവിനുള്ള വിശുദ്ധിയും ശക്തിയും ജ്ഞാനവും വിവേകവും എനിക്ക് സംഭരിച്ചു വെക്കാം, ഏതെല്ലാം വിധത്തിൽ യേശു ക്രിസ്തുവിൽ അടിയുറയ്ക്കാം, ഏതെല്ലാം വിധത്തിൽ യേശു ക്രിസ്തുവിനെ ആരാധിച്ച് മഹത്വം നേടി വെക്കാം എന്ന ചിന്തയിലുള്ള ജീവിതത്തെ ക്രമീകരിച്ചില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥ വരും. അത് നിങ്ങൾ വ്യക്തമായിട്ട് ഓർത്തു വെക്കുക. അതിനായി പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ ഓരോരുത്തരും സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ തക്കവിധം ഉള്ള ജ്ഞാനവും അതിനപ്പുറത്തേക്കുള്ള ദാർശനിക മനോഭാവവും ദർശന വരങ്ങൾ കൊണ്ട് നിറയാൻ നിങ്ങളെ സർവശക്തനായ ഈശോ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മാസം നടക്കുന്ന 28-ാം തീയതി നെടുമ്പാശ്ശേരി നടക്കുന്ന ധ്യാനത്തിന് വരാൻ താല്പര്യമുള്ള എത്രയും പെട്ടെന്ന് വിളിച്ച് ബുക്ക് ചെയ്യുക. കാരണം ഇറാനിലെ അസ്വസ്ഥത കൂടി വന്നാൽ അത് ലോകത്തെ മൊത്തം ബാധിക്കും. അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അത് ലോകം മുഴുവൻ ബാധിക്കും. അപ്പോൾ നമ്മുടെ യാത്രയോ പോക്കോ വരവോ സമ്പത്തോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ലഭ്യമല്ലാതെ വരും. മറ്റൊന്ന്, നമ്മുടെ ആത്മീയ അവസ്ഥയ്ക്ക് മാറ്റം വരും. കാരണം സാമ്പത്തിക ക്ലേശം വീട്ടിൽ വന്നാൽ നമ്മുടെ ബുദ്ധിക്കും മനസ്സിനൊക്കെ അസ്വാസ്ഥ്യമുണ്ടാവും. അല്ലെങ്കിൽ ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്ക് വീട്ടിൽ ആവശ്യമില്ലാതെ വന്നാൽ, അത് വാങ്ങാൻ പറ്റാതെ വന്നാൽ, നമ്മുടെ മക്കളോ ആരെങ്കിലും ഒക്കെ ഗൾഫ് രാഷ്ട്രങ്ങളുണ്ടെങ്കിൽ അവരുടെ വേദന നമ്മൾ ഫോണിൽ കൂടെ കേൾക്കേണ്ടി വന്നാൽ ഒക്കെ നമുക്ക് മാനസികാവസ്ഥ, നമ്മുടെ മാനസിക മെക്കാനിസം നഷ്ടമാവും.
അപ്പോൾ ഇപ്പോൾ അല്പം സാഹചര്യ പശ്ചാത്തലമാണിത്. അതുകൊണ്ട് ഈ സമയത്ത് എത്രയും പെട്ടെന്ന് വന്ന് വിശുദ്ധി പ്രാപിച്ച് പരിശുദ്ധി പ്രാപിച്ച് ജ്ഞാനം നിറഞ്ഞ് ദർശന വരങ്ങൾക്കായിട്ട് കർത്താവിൻ്റെ മുമ്പിൽ ഒരുങ്ങി നിൽക്കുന്ന വലിയ വിശുദ്ധിയുടെ പ്രവൃത്തികൾ നമ്മുടെ ഹൃദയത്തിലും കയ്യിലും ഉണ്ടാവണം. അതിന് നിങ്ങളെ ക്ഷണിക്കുന്നത് ഈ ധ്യാന ക്ലാസ്സിലേക്കാണ്. അതിന് താല്പര്യമുള്ളവർ വരിക. മറ്റൊന്ന്, ഈ വചനങ്ങൾ കേട്ട് ഈ ക്ലാസ്സുകൾ കേട്ട് നിങ്ങൾ വിശുദ്ധിയുടെ സ്റ്റെപ്പുകൾ കയറുക, വിശുദ്ധിയുടെ പടവുകൾ കയറുക, ജ്ഞാനം കൊണ്ട് നിറയുക. അതിനായി നമ്മെ സമൃദ്ധമായി യേശുനാഥൻ്റെ വചനങ്ങൾ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാട്ടെ. യേശു ക്രിസ്തുവിൻ്റെ തിരുശീലവും തിരുത്വവും യേശു ക്രിസ്തുവിൻ്റെ തിരുവചനങ്ങൾ നമ്മെ ശക്തി കൊണ്ട് നിറയ്ക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമാൻ്റെ അഗ്നി എന്നിൽ കത്തിജ്വലിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമാൻ്റെ അഗ്നി എന്നിൽ കഴുകുമ്പോൾ ഞാൻ എല്ലാ സമൂലം അശുദ്ധിയെ വെടിഞ്ഞ് വിശുദ്ധിയും പരിശുദ്ധിയും നിറഞ്ഞ് ഒരു തീഗോളത്തിൻ്റെ അഗ്നി പോലെ പരിശുദ്ധമാൻ്റെ അഗ്നി കൊണ്ട് നിറഞ്ഞ് ക്രിസ്തുവിന് വേണ്ടി ലോകത്ത് സാക്ഷ്യമാകാൻ തക്കവിധം വലിയ ആത്മീയ കൃപയ്ക്കായിട്ട് നമ്മളെ കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. അതിനെ നമ്മെ ഓരോരുത്തർ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.